ഹായ് മച്ചാമാരെ, അനന്തമാണ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ഇടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകാരെനിക്ക് ഇപ്പോഴും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ വരാൻ പറ്റുന്നത്? ഏറ്റവും എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഏജൻസി ഏതാണ്? നല്ല ഏജൻസി ഏതാണ്? പിന്നെ നമുക്ക് എല്ലാവരും പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരിയാണ്, നമുക്ക് ഇങ്ങനൊരു രാജ്യത്ത് എത്രയും പെട്ടെന്ന് വരുന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഏജൻസി കൊടുത്താലും ഇതിനൊരു സമയമെടുക്കും. ഈ ഒരു ജോലി ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക് നല്ലൊരു സമയമെടുക്കും. അപ്പോൾ അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പല ഏജൻസിയിൽ കൊടുത്തിട്ട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 6 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം, ഇത്ര മാസത്തിനുള്ളിൽ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ പൈസയൊക്കെ മേടിക്കും. അതായത് ആദ്യമേ 1 ലക്ഷം രൂപയ്ക്ക് ആയിരിക്കും അഡ്വാൻസ് മേടിക്കുന്നത്. മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിലേ ആയിരിക്കും കാര്യങ്ങൾ. വർക്ക് പെർമിറ്റ് വരത്തില്ല, ഓഫർ ലെറ്റർ വരത്തില്ല. അങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ രണ്ട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സമയം നഷ്ടപ്പെടും. രണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ജോലി ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റീഫണ്ട് എന്നുള്ളൊരു കാര്യം ചിലപ്പം അവർ ചെയ്തു തരത്തില്ല. അതിൻ്റെ പുറകെ പിന്നെ നമ്മൾ കുറേ കാലം നടക്കേണ്ടി വരും. അപ്പോൾ രണ്ട് കാര്യങ്ങളും നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സമയം, നമ്മുടെ പൈസ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെയേറെ ശ്രദ്ധിക്കുക. ഏജൻസി വഴി ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് നമ്പർ മേടിക്കുക. എന്നിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. എങ്ങനെയാണ് ഏജൻസി, അടിപൊളിയായിട്ട് ചെയ്യുന്നവരാണോ, നിങ്ങൾ വന്നവരൊക്കെ സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിശ്വാസമാവുമല്ലോ. ഞാൻ വന്ന ഏജൻസിയിലെ കാര്യങ്ങളൊന്നും പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്കൊരു ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് കീപ്പിങ്ങിൻ്റെ വേക്കൻസിക്ക് ഞാൻ കൊടുത്തതിന് ശേഷം ആദ്യം നമ്മളുടെ CV, നമ്മുടെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നമ്മളൊരു PCC എടുക്കും. ആ PCC എല്ലാം വെച്ചിട്ട് നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഏജൻസിക്ക് കൊടുക്കുന്ന ഏജൻസി കമ്പനിക്ക് അയച്ചു കൊടുക്കും. കമ്പനിക്ക് അയച്ചു കൊടുത്ത് കമ്പനി അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെയാണ്. അപ്പം അവരുടെ സാലറി, അവരുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആദ്യം തന്നെ അതൊക്കെ കമ്പനി ആദ്യമേ തന്നെ പറയും. അപ്പോൾ ഓഫർ ലെറ്ററായിട്ട് ഒരു പേപ്പർ തരും. അപ്പോൾ ഈ ഓഫർ ലെറ്റർ നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ, നമുക്ക് പറയുന്ന ഫുഡ്, അക്കോമഡേഷൻ, ടാക്സ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രം സൈൻ ചെയ്യുക. അത് തിരിച്ച് കമ്പനിക്ക് അവർക്ക് അയച്ചു കൊടുക്കുക. അതായത് നമ്മുടെ കമ്പനി ഏതാണോ അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ഏജൻസിക്കാർ ചെയ്തോളും കേട്ടോ, നമ്മൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒപ്പിടുക, അവർക്ക് പറയുക അയച്ചു കൊടുത്തോ, ഞങ്ങൾ ഓക്കെ ആണെന്ന് പറയാം. ബാക്കി കാര്യങ്ങളെല്ലാം ഏജൻസിക്കാർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വർക്ക് പെർമിറ്റ് വരും. വർക്ക് പെർമിറ്റിന് മുമ്പായിരിക്കും ചിലപ്പോൾ സ്റ്റാമ്പിങ് കാര്യങ്ങൾ കാണാം. നമ്മുടെ പേപ്പറെല്ലാം സ്റ്റാമ്പ് ചെയ്യും. അപ്പം അത് കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ വർക്ക് പെർമിറ്റ് വരുന്നത്. അപ്പോൾ വർക്ക് പെർമിറ്റ് വരാൻ ഒരു 3 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ ഈ വർക്ക് പെർമിറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ഓഫർ ലെറ്റർ പറയുന്ന കുറച്ചധികം കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് പറയും. അവരുടെ റൂൾസൊക്കെ പറയും. കമ്പനിയിൽ ഇങ്ങനെ തന്നെ നിൽക്കണം, നിങ്ങൾ ജോലി ഇത്ര മണിക്കൂർ തന്നെ ചെയ്യണം, ഇത്ര ദിവസമാണ് ലീവ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിനകത്ത് അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ആണെങ്കിൽ, നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വർക്ക് പെർമിറ്റ് പേപ്പറും നമുക്ക് അയച്ചു കൊടുക്കാം. ഏജൻസി പറഞ്ഞിട്ട് നമ്മൾ സൈൻ ചെയ്ത് അയച്ചു കൊടുക്കും. ഓക്കെ. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വിസയ്ക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ വെക്കും. അത് ഇൻ്റർവ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ കോൾ ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് എംബസി പോകണം. അപ്പം എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഡയറക്റ്റ് എംബസി പോകണമായിരുന്നു. ഡൽഹിയിൽ എംബസിയിൽ പോകണം. ഒമാനിയൻ എംബസി ഡൽഹിയിലുണ്ട്. അപ്പോൾ ഡൽഹിയിൽ പോയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂവിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വെക്കുക. നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ. നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എത്രയാണ്, നമ്മൾ ഏത് കമ്പനിയിലാണ് പോകുന്നത്, നമ്മൾ പോകുന്ന സിറ്റി ഏതാണ്, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ്, നമ്മൾ എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും അവർ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കും നമ്മുടെ അടുത്ത്. റൊമാനിയൻ ആൾക്കാർ തന്നെയാണ് നമ്മളെ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കുക, നമ്മുടെ മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുക, പിന്നെ പേടിക്കാതിരിക്കുക. ഈ പറയുന്ന ക്വസ്റ്റ്യനുകളല്ലാതെ അവരെ പുറത്തുനിന്നായിട്ട് ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിക്കത്തില്ല. എല്ലാ രാജ്യത്തും VFS കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ റൊമാനിയയിൽ ഇതുവരെ VFS അല്ലായിരുന്നു, ചെറിയ ഇൻ്റർവ്യൂ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇനി വരുന്ന സമയത്തൊക്കെ VFS ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഞാൻ വന്ന ഏജൻസിയിൽ ഇപ്പോൾ കുറച്ച് വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല വേക്കൻസീസാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എക്സ്പീരിയൻസ് ആണെങ്കിൽ തന്നെ നമുക്ക് ജോലി നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യാം. ആരെയും പേടിക്കണ്ട. നമുക്ക് തരുന്ന വർക്ക് നമുക്ക് ചെയ്ത് അതിനുള്ള സാലറി നമുക്ക് മേടിക്കാം.
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം കമ്പനി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൽബേനിയയിൽ റൊമാനിയ പോലൊരു രാജ്യം തന്നെയാണ് അൽബേനിയ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ, ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്തിരിക്കും, എൻ്റെ വാക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.